പഠിക്കുകയും ഒരു ചെറിയ കൂടി വരുന്ന ഭവനത്തിലായിരുന്നു. ഭവനം നിറഞ്ഞു കവിഞ്ഞു. അങ്ങനെ ഒരു ഹോളിലേക്കാക്കി. അങ്ങനെ ഇപ്പം 6 ചർച്ച് ദൈവം ആസ്ഥാനരുടെ ഇടയിലാണ് ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഒത്തിരി പ്രതിസന്ധിയുണ്ട്, പ്രയാസമുണ്ട്. ഇപ്പം ദാസനായ ഒരു ശുശ്രൂഷ കൈകാര്യം ചെയ്യുമ്പോൾ പുറത്തു നിന്ന് എല്ലാവർക്കും പറയാം. പക്ഷെ ഒരു ശുശ്രൂഷ കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒത്തിരി ത്യാഗങ്ങൾ, കഷ്ടതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ദൈവമക്കളും സഭയെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക, ശുശ്രൂഷനെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞ കാര്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഒരു ശുശ്രൂഷനാക്കി വെച്ചത്. ദൈവമാണ് ആക്കി വെച്ചത്. അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, അയ്യോ നമ്മുടെ പാസ്റ്ററാണ്, അയ്യോ പലരും ചിന്തിക്കുന്നതോ ഞങ്ങളുടെ പാസ്റ്റർ പോരാ, അടുത്തൊരു വേറൊരു ചർച്ചിൽ പോവാ, അവിടുത്തെ പാസ്റ്റർ ഇത്തിരി മെസ്സേജ് ആയിട്ട് നല്ല ഇഷ്ടമാണ്. പക്ഷെ ദൈവം ആക്കി വെച്ചിരിക്കുന്നിടത്ത് വിശ്വസ്തയോടെ നിന്നാലേ വളരത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആയിരിക്കുന്നിടത്ത് വിശ്വസ്തയോടെ ആയി. നമ്മുടെ എന്നെ ഈ നാളുകളിൽ പഠിപ്പിച്ച ശുശ്രൂഷയിൽ ഒത്തിരി വർഷമില്ലെങ്കിലും പക്ഷെ ഞാൻ ഒത്തിരി വലിയ സമ്പത്ത് എനിക്ക് ഒത്തിരി ഉണ്ട്. ശുശ്രൂഷയിൽ ചർച്ചകളും നയിച്ചും അങ്ങനെ ദേവാസന്മാരെയൊക്കെ കൈത്താങ്ങിയൊക്കെ ഒത്തിരി പരിചയം കൊണ്ട് ഞാൻ പറയുക. ഞാൻ പറയാം, ദൈവം നമ്മളെ എങ്ങനെ അനുഗ്രഹിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. എന്താണ് ദൈവ അനുഗ്രഹം? ഇത് വളരെ നമ്മൾ ദൈവാനുഗ്രഹം എനിക്കൊരു കാറാണോ, എനിക്കൊരു വീടാണോ, ഈ വസ്തുവകയാണോ? ഇതൊന്നും ദൈവാനുഗ്രഹമല്ല. ഇത് ദൈവം നമ്മെ നടത്തുന്ന ഒരു വഴിയാണ്. ദൈവം നമ്മെ നടത്തുന്ന, അയ്യോ ഞാനിവിടെ പ്രാർത്ഥിക്കാമെന്ന് എനിക്ക് എന്ത് ചെയ്തു? ദൈവം വാഹനം തന്നു, ദൈവം വസ്തുവകകൾ തന്നു. ഇത് ദൈവ അനുഗ്രഹം എന്ന് പറയുന്നെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ അങ്ങനെ പറയത്തുള്ളൂ. അത് ദൈവാനുഗ്രഹം അല്ല. ദൈവാനുഗ്രഹം എന്താണ്? അപ്പ എന്ന് വിളിക്കുമ്പോ എന്ത് മകനെ വിളിക്കുമ്പോ എന്ത് മകനെ എന്ന് വിളി കേൾക്കുന്നതാണ്. ഭക്തന്മാർ ഏറ്റവും വലിയ അനുഗ്രഹം ചെയ്യാം. ദൈവം എന്നോട് ഇടപെടുന്നുണ്ടോ, ദൈവം സംസാരിക്കുന്നുണ്ടോ, ഇന്ന് എന്നോട് എന്ത് സംസാരിച്ചു? ബ്ലെസ്സിങ് എന്ന് പറഞ്ഞതാ. അല്ല നമുക്ക് നമ്മുടെ മക്കൾക്ക് ജോലി കിട്ടുന്നതോ അല്ലെങ്കിൽ ശമ്പളം മേടിക്കുന്നതോ വലിയ സാലറി നമുക്ക് കിട്ടുന്നതോ ഇതൊന്നും അല്ല. ദൈവം നമ്മൾ നടത്തുന്നില്ല. നമ്മളെന്ത് ചെയ്യാം? പകൽ മേഘസ്തംഭം, രാത്രി അഗ്നി തുടങ്ങി ഇസ്രായേൽ മക്കളെ നടത്തി. അവർക്ക് വേണ്ടുന്ന മന്ന കൊടുത്തു. ദൈവം നടത്തിയ വിധങ്ങളാണ്. ദൈവം നമ്മെ നടത്തി അത്ഭുതകരമായിട്ട് നടത്തും. ദൈവം മാനിക്കും. അത് നിശ്ചയമായിട്ടും എന്ത് ചെയ്യാം? ദൈവം മാനിക്കും. നമ്മൾ വചനപ്രകാരം പ്രമാണിച്ച ദൈവം നമ്മെ എന്ത് ചെയ്യും? നിശ്ചയമായിട്ടും മാനിക്കും. ഒരാളെ മാർക്കിടാൻ നമ്മൾ നിൽക്കുക. വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ രണ്ടെന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. പക്ഷെ ഉണ്ട്. നിങ്ങൾ സഹോദരൻ. ഒരാളെ തരം താഴ്ത്തിയോ അല്ലെങ്കിൽ ഒരാൾ എന്ത് ചെയ്യാ ഇടിച്ചമർത്തിയോ ഞാൻ വലിയവനാവാൻ നോക്കരുത്. അവിടെ ആയിരിക്കും നമ്മുടെ ഏറ്റവും വലിയ തകർച്ച. മറ്റുള്ളവരെ നിന്നെ പോലെ എന്ത് ചെയ്യണം? സ്നേഹിക്കാൻ നമ്മൾ അങ്ങനെ ആവണം. നമ്മുടെ നമ്മുടെ ഒരു സഹോദരന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അത് നമുക്ക് ബുദ്ധിമുട്ട് വന്ന പോലെ. സഭയുടെ വളർച്ച ദൈവദാസനല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവ മക്കളാണ് സഭയുടെ വളർച്ച. വളർത്തുന്ന ദൈവമാണെങ്കിലും നിങ്ങളുടെ സ്നേഹമാണ്, ഐക്യതയാണ്. വ്യക്തി പുറത്തുനിന്ന് വരുമ്പോൾ എന്ത് ചെയ്യാം? നിങ്ങൾ എന്ത് ചെയ്യാം? അവരെ സ്നേഹിക്കുകയും അവരെ സൽക്കരിക്കുകയും എന്ത് ചെയ്യാം? നിങ്ങളെ പെരുമാറ്റം എങ്ങനെ അവർക്ക് ഒരു തോന്നലാണ്, എനിക്ക് ആരും ഇല്ലെന്നുള്ള തോന്നല്ല, എനിക്ക് കുറച്ച് ദൈവമക്കൾ ഉണ്ടെന്നുള്ളൊരു ബോധ്യം എന്ത് ചെയ്യാം? ചുരുക്കത്തിൽ പറഞ്ഞു വിടുന്നതേ ഉള്ളൂ. പക്ഷെ എന്ത് ചെയ്യാം? നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് തന്നെ ദൈവം എന്ത് ചെയ്യാം? കൃപ ചൊരിഞ്ഞായിരുന്നു. വാക്യം വായിക്കാൻ 2 Corinthians 8-ാം അധ്യായം 5-ാം വാക്യം. വാനത്തിലെയും ഭൂമിയിലെയും മലയാളം അത് ഞങ്ങൾ വിചാരിച്ചതുപോലെയല്ല. അവർ മുൻപേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവ ഇഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. അനുഗ്രഹീതമായ വേദഭാവമാണ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 2 Corinthians 8-ാം അധ്യായം 5-ാം വാക്യം. ഇത് ശ്രദ്ധിച്ചോണം. ഇവിടെ ഒരു പദം ഇങ്ങനെ പറയുന്നുണ്ട്. അതും ഞങ്ങൾ വിചാരിച്ചതുപോലെയല്ല. പൗലോസ് പറയുന്നത് ഞങ്ങൾ വിചാരിച്ചതുപോലെയല്ല. അവർ മുൻപേ എന്ത് ചെയ്തു? തങ്ങളെ തന്നെ ദൈവത്തിന് കൊടുത്തു. അപ്പൊ നമ്മെ ദൈവത്തിന് കൊടുക്കണം. ഹല്ലേലൂയ. നമ്മെ ദൈവത്തിന് കൊടുക്കണം. അപ്പൊ നമ്മുടെ സ്വാർത്ഥത ഇടിക്കും. അറിയാമോ? എന്നിട്ട് എന്ത് ചെയ്തു? ഞങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവ ഇഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾ ദൈവദാസന്മാർ കീഴ്പ്പെട്ടു. മനസ്സിലായോ? ഞങ്ങളുടെ ചർച്ചില് എന്തിയാ
ചർച്ചിന് ആക്റ്റീവായിട്ട് നിൽക്കുന്നവരെല്ലാം ദൈവം മാനിച്ചു. സ്ഥലം പോലും ഇല്ലായിരുന്നു, വാടക വീട് പോലും ഇല്ലാത്തവർക്ക് ദൈവം എന്ത് ചെയ്തു? ദൈവം അവർ നടത്തുന്ന അത്ഭുതകരമായിട്ട്. കാരണം എന്താണെന്നറിയാമോ? അവർ ആദ്യം ദൈവത്തെ എനിക്കൊന്നും വേണ്ട കർത്താവ് നീ മതി ദൈവത്തിലേക്ക് ഏൽപ്പിക്കുക. ഏൽപ്പിച്ചിട്ട് അവരെ സഭയിൽ എന്ത് ചെയ്തു? ഇവിടെ ഒരു സഭയെ പറ്റി എടുത്തു പറയുക, ഒരു മാതൃക എടുത്തു പറയുകയാണ്. മക്കദോനിയ സഭയെ പറ്റി പൗലോസ് പറയുകയാണ്. അവർ മുൻപ് എന്ത് ചെയ്തു? തങ്ങളെ തന്നെ കർത്താവിന് ഏൽപ്പിച്ചു. നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക കർത്താവിന്. ദൈവത്തിന് ഒത്തവണ്ണം ഞങ്ങൾക്ക് എന്ത് ചെയ്തു? അപ്പൊ ദൈവദാസൻ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവദാസൻ ആരാക്കിയത്? ദൈവമാണ് ആക്കിയത്. ദൈവത്തിന് കൊടുക്കുമ്പോൾ അവന് ബോധം വരും എന്ത് ചെയ്യാ? എന്നെ നയിക്കുന്ന ഇടയനെ. അവിടെയാണ് എന്ത് ചെയ്തത്? ഏറ്റവും വലിയ അനുഗ്രഹവും അനുസരിച്ചാൽ മക്കദോനിയ സഭയിൽ ലഭിച്ചത്. ഈ മക്കദോനിയ സഭയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാം. നമുക്ക് വായിക്കാം. 1 മുതൽ വായിച്ചേട്ടിന്റെ. സഹോദരന്മാരെ, മക്കദോനിയ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. മക്കദോനിയയിൽ സഭയ്ക്ക് ലഭിച്ച എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച ദൈവകൃപ. പ്രിയമുള്ളവരെ, എന്തൊക്കെ നമുക്കുണ്ടെങ്കിലും കൃപ വർദ്ധിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഈ സ്മൂത്തിലെ പോകത്തുള്ളൂ. അപ്പൊ മക്കദോനിയയിൽ കൃപ വർദ്ധിച്ചു. കൃപ ശക്തമായിട്ട് വർദ്ധിച്ചു. എങ്ങനെ വർദ്ധിച്ചു? നിങ്ങൾ ശ്രദ്ധിച്ചോ? താഴ്ത്ത് വായിച്ചോ. കൃപ വർദ്ധിച്ചപ്പോൾ എന്ത് ചെയ്തെന്ന് അറിയാമോ? കൃപ വർദ്ധിച്ചാൽ അപ്പൊ കഷ്ടത ഉണ്ടോ? നമുക്ക് കഷ്ടത ഇല്ലെന്ന് പഠിപ്പിക്കുന്നവരെന്ത് ചെയ്യാ? ദുരുപദേശം. അപ്പൊ കൃപ ഇവിടെ വർദ്ധിച്ചു. കഷ്ടത എന്ന കഠിന ശോധനയുണ്ട്. അപ്പൊ കഷ്ടത വേണോ? കൃപ വേണോ? പറഞ്ഞേ. കഷ്ടത വേണോ? പറഞ്ഞ കഷ്ടത വേണോ? ചുമ്മാ ഇവിടെ ഇരുന്ന് പറയല്ലേ. ഇന്ന് വന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട്. ചുമ്മാ കഷ്ടത വേണോ? കൃപ വേണം. ഏത് നിങ്ങൾ എടുക്കും? കരുതി നിങ്ങൾ ചുമ്മാ കളം പറയരുത്. കഷ്ടമേശ ഇരിക്കുക. കഷ്ടത വേണോ? കൃപ വേണോ? നിങ്ങൾ ഏതായിരുന്നു? എന്തെയാ? കൃപ. പ്രിയമുള്ളവരെ, കൃപ വെളിപ്പെട്ടാൽ കഷ്ടത സാരമില്ല. വേണ്ടുന്ന വണ്ണം കൃപ വെളിപ്പെട്ടാൽ ഇനി ഉലകത്തിൽ നമ്മുടെ അടിസ്ഥാന ഭൂക്കുരുക്കം വന്നാലും നമുക്ക് വിഷയമില്ല. കാരണം ഇതാണ് ഭക്തന്മാർ. ദാനിയേൽ എന്ത് ചെയ്തു? സിംഹക്കുടിയിലിടാമെന്ന് അറിയാമായിരുന്നു. അറിയത്തില്ലേ? അറിയാമായിരുന്നു. എന്ത് വെളിപ്പെട്ടു? അസാധാരണമായ ദൈവകൃപ. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ തീച്ചുളൽ വീഴുമെന്ന് അറിയാമായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? അവരിന്മേൽ വ്യാപരിച്ച ദൈവശക്തി. വന്നാലും വിഷയമില്ല, കൃപ വർദ്ധിച്ചു. എവിടെ ഉണ്ടായിരുന്നു അറിയാമോ? കൊരിന്ത്യ സഭയിലുണ്ട്. ഞാൻ ഇന്ന് പരിശുദ്ധമായി പ്രവചിച്ചു പറയാം. നിങ്ങൾ പ്രവചനം തുച്ഛീകരിക്കുന്നതില്ല, പക്ഷെ കൃപ വെളിപ്പെടാനുള്ളവർ ഇതിനകത്തുണ്ട്. കൃപയോടുകൂടി നിനക്കെതിരെ വരുന്ന ദൈവം കൃപ എന്ത് ചെയ്തു? അതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വാക്യത്തിലേക്ക് ഞാൻ നിന്ന് സംസാരിക്കുക. വായിച്ചോ, വായിച്ചോ. സഹോദരന്മാരെ, സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ട് അവരുടെ സന്തോഷ സമൃദ്ധി. കണ്ടോ? കഷ്ടത എന്ന കഠിന ശോധന ആയിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധി. അതെങ്ങനെയാ സന്തോഷം വന്നത്? നമുക്ക് കഷ്ടത വന്നിട്ട് ചെയ്യും. നമ്മളെന്ത് ചെയ്യും? നിങ്ങൾ വചനത്തിൽ നിൽക്കണം. വചനത്തിൽ തന്നെ നിൽക്കണം. ഒത്തിരി വചനം നിങ്ങളെ മനസ്സിൽ കൊണ്ടുവന്നിട്ടോടെ എനിക്ക് എന്ത് ചെയ്യാം? ആശീർവാദം എന്ത് ചെയ്യാം? പാസ്റ്റർ പറഞ്ഞ് എനിക്ക് എന്ത് ചെയ്യാം? പോകാൻ ഇത്രയും വചനം നിങ്ങളുടെ എന്ത് ചെയ്യാം? നിങ്ങളുടെ ഹൃദയത്തിൽ തറയ്ക്കണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? മക്കദോനിയയിൽ ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന ശോധനയിലായിരുന്നിട്ടും കണ്ടോ? സന്തോഷം. എവിടെന്നാ സന്തോഷം? കഷ്ടതയിൽ നിന്ന് കഠിന ശോധനയായിട്ട് സന്തോഷ സമൃദ്ധി. എവിടെന്നാ സന്തോഷം വന്നത്? പറഞ്ഞേ. ഭൂമിയിൽ മൊത്തം അവർക്ക് കഷ്ടത, പക്ഷെ എന്ത് ചെയ്യുക? അവർ സന്തോഷ സമൃദ്ധി, ദൈവവുമായിട്ടുള്ള ബന്ധം. ഞാനെന്ന് പറയാൻ പ്രിയമുള്ളവരെ, പ്രതിസന്ധി വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവകൃപ അധികം ഏറ്റെടുക്കണം. അധികം അടുക്കണം. ഏത് പ്രതിസന്ധി ആയാലും, ഏത് വെല്ലുവിളിയായാലും നിഷ്ഫലമായത് പോകും. കഷ്ടത എന്ന കഠിന ശോധന എന്നിട്ടും എന്ത് ചെയ്യാം?
അവരുടെ സന്തോഷ സമൃദ്ധിയും സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും നമ്മളായിട്ട് ചർച്ചിൽ പോലും ആമേൻ വരുമോ? മക്കതോനി സഭയുടെ ക്വാളിറ്റിയാ പറയുന്നത്. മഹാദാരിദ്ര്യം. നമ്മളായിരുന്നു എന്ത് ചെയ്തേനെ? ഇങ്ങനെ പറഞ്ഞു പോയത് എങ്ങനെയാണെന്നറിയാമോ? കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു ചർച്ചിലെ സെക്രട്ടറി പറഞ്ഞിട്ട് പോയി, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാ, ഒരു ഉയർച്ചയും ഒരു അനുഗ്രഹവും ഇല്ല. GPM മറ്റുള്ളവർക്ക് പോയി എന്തെങ്കിലും നന്മയെങ്കിലും കിട്ടും. മനസ്സിലായോ? അപ്പൊ നമുക്ക് കൃപ ലഭിച്ചില്ലെങ്കിൽ ലാസ്റ്റ് നമ്മളും ഇങ്ങനെ പറയും. നമ്മളും ഇവിടുന്ന് അനേകർ സ്നാനപ്പെട്ട് ഭക്തരായി ജീവിച്ച നാട്ടിൽ വന്നിട്ട് പിന്നെ എന്ത് ചെയ്യാ, പാരമ്പര്യത്തിൽ ഇറങ്ങിപ്പോയി ജീവിക്കുന്നവർ അനേകരുണ്ട്. ഇവിടെ തൽക്കാലത്തേക്ക് എന്താ പിടിച്ചു നിൽക്കണം. അതിനു വേണ്ടി കർത്താവ് എന്ത് ചെയ്യാം, പിടിച്ചു നിൽക്കണം. ഇവരെല്ലാം കിട്ടി കഴിയുമ്പോ എന്ത് ചെയ്യാ, കർത്താവ് വേണ്ട, പിന്നെ എന്ത് ചെയ്യാ, പാരമ്പര്യം. അവിടെ ചെല്ലുമ്പോ വലിയ പൊസിഷൻ കൊടുക്കും. വലിയ വലിയ ആലയത്തില് പള്ളിയിലൊക്കെ വലിയ പൊസിഷൻ കൊടുക്കും. അതുകൊണ്ട് അച്ഛൻ തന്നെ സെക്രട്ടറി ഇരിക്കട്ടെ എന്ന് പറയുമ്പോ എന്ത് ചെയ്യാ, ഈ വിശുദ്ധി വേർപാട് നിന്ന് അച്ഛൻ എന്ത് ചെയ്യാ, അങ്ങോട്ട് പോവാ. അവിടെ ആകുമ്പോ ആളുണ്ട്, ഇവിടെ ആകുമ്പോ എന്ത് ചെയ്യാ, 200 പേരേ ഉള്ളു. അവിടെ ആകുമ്പോ 500 പേരുടെ സെക്രട്ടറിയാണ് ഞാൻ. പോകുന്നുണ്ടോ? അപ്പൊ പൊസിഷൻ കിട്ടാൻ കൊതിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇവിടെ കഷ്ടത എന്ന കഠിന ശോധന ആയിരുന്നിട്ട് അവർക്കൊരു സന്തോഷ സമൃദ്ധി ഉണ്ടായിരുന്നു. നമ്മളായിരുന്നെങ്കിൽ കഷ്ടത വരുമ്പോ നേരെ ചാടത്തില്ലേ? ചാടോ? എങ്ങനെയൊക്കെ ദൈവഹിതം നോക്കാതെ ചാടുവോ? ദൈവഹിതം നോക്കി ചാടും. ദൈവഹിതം എനിക്ക് കൊണ്ടുവന്നത് ദൈവമാണെന്ന് പറഞ്ഞ് ദൈവ ആലോചന എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, അതിലോട്ട് ചാടുവല്ലേ? ഇവിടെ എന്തോ സംഭവിച്ചത്? കഷ്ടത എന്ന കഠിന ശോധന ആയിരുന്നിട്ടും അവർ സന്തോഷ സമൃദ്ധി മഹാദാരിദ്ര്യം, ചെറിയ ദാരിദ്ര്യമല്ല, മഹാദാരിദ്ര്യം നിൽക്കുകയാണ്. എവിടെ നിൽക്കുക? ഫിലിപ്പിയ സഭയിൽ മഹാദാരിദ്ര്യം, കഷ്ടത, കഠിന ശോധന, മഹാദാരിദ്ര്യം. നമ്മളായിരുന്നു ചർച്ച കാണുമോ? പക്ഷെ കൃപയ്ക്ക് ഒട്ടും കുറവില്ല. അസാധാരണമായ കൃപ. ഏറ്റവും കൂടുതൽ കൃപ വർദ്ധിച്ചത് ഒരു സഭയാണ്, ഞാൻ പറയാം, ഫിലിപ്പിയ സഭ. കൃപയുടെ വർധനവിൽ എന്ത് ചെയ്തു? ഇവരുടെ ദാരിദ്ര്യം ഇവർക്ക് വിഷയമല്ലേ? അതിന്റെ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നത് എന്ത് ചെയ്യാ, വസ്തുവകൾ വിറ്റ് എല്ലാവർക്കും എന്ത് ചെയ്യാ, ഇല്ലാത്തവരെ ഷെയർ ചെയ്ത് എടുത്തോ, ഞങ്ങൾ കൃപ മതി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, ഒരു കൂട്ടര് മാറിയിരുന്നല്ലേ? അവർക്ക് ധാരാളം കൃപ ലഭിച്ചെന്നു അല്ലേ? അങ്ങനെ നമ്മൾ വചനം വായിക്കുന്നത്. ബാക്കി വായിച്ചു. ദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് മഹാദാരിദ്ര്യം കഷ്ടത ഇരിക്കുന്നവരടുത്ത് ഒരു പിരിവ് പോലും വരിക. എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? മഹാദാരിദ്ര്യത്തിന് കഷ്ടത ഇരിക്കുക. കൃപ ഒത്തിരി ഉണ്ട്, ശക്തമായിട്ട് കൃപയുണ്ട്. പക്ഷെ നിങ്ങളുടെ അടുക്കലേക്ക് ഒരു സഭയുടെ ബുദ്ധിമുട്ടുമായി വരിക. വരുമ്പോ നിങ്ങളുടെ നിലപാട് എങ്ങനായിരിക്കും? നിങ്ങൾ ക്വസ്റ്റ്യൻ ഇട്ട് എങ്ങനായിരിക്കും? ഞാൻ എന്റെ സഭയുടെ കഷ്ടത കൊണ്ടല്ല ഇവിടെ വന്നത്, നിങ്ങൾ അതിന് ചിന്തിക്കരുത്. ഞാൻ വചനം എന്ത് ചെയ്യാം, അങ്ങനെ ചിലവർ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. വരുന്നത് എന്ത് ചെയ്യാം, മറ്റുള്ളവരൊന്ന് കൈനീട്ടിക്കൊണ്ട് മേടിച്ചോണ്ട് പോകാനെന്ന് അങ്ങനെ ഒന്നും ഞാൻ ചിന്തിക്കുന്ന. വചനം പ്രസംഗിക്കും, എന്ത് ചെയ്യാം, ദൈവം സമ്മാനം മേടിക്കും, അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കും. പക്ഷെ ഇവിടെ അല്ലെങ്കിൽ നാട്ടിലായാലും ദൈവം എന്നെ മാനിക്കാന്ന് വിചാരിച്ച എന്ത് ചെയ്യാം, ദൈവം അനുഗ്രഹിക്കാന്ന് വിചാരിച്ച എന്തേ അല്ലേ? ദൈവത്തിന് നമ്മൾ മാനിക്കാൻ നിസ്സാര സമയം മതി അല്ലെ? ഏറ്റവും വലിയ മാന്യത എന്താ? കൃപ വർദ്ധിക്കുന്നു. അപ്പോൾ ധാരാളം ഔദാര്യം കാണിച്ചു എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിലിരിക്കുന്ന സഭയോട് എന്ത് ചെയ്യാ, സഭ പൗലോസ് എന്ന് വിശുദ്ധന്മാർക്ക് ധനസഹായം ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു? ദാരിദ്ര്യത്തിരിക്കുക, ആ കഷ്ടത ഇരിക്കുക. ഇവരെന്ത് ചെയ്തു? 50,000 കിട്ടിയ 5,000 കൊടുക്കാം അല്ലേ? അങ്ങനെയല്ലേ? കൃപ വർദ്ധിക്കുമ്പോ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാം? 1,00,000 രൂപ വിറ്റാൽ 10,000 രൂപ സഭയ്ക്ക്. നമ്മുടെ കൃപ വർദ്ധിക്കുന്നത്. ഇത് ഇല്ലെങ്കിലും കഴിയുന്നത് ഇല്ലെങ്കിലും ഞാനൊന്ന് പറയാം, ഉണ്ടായിട്ട് കൊടുത്താൽ ദൈവം പ്രസാദിക്കത്തില്ല. എന്നാ പ്രസാദിക്കാൻ വരുന്നത്? പള്ളി പ്രമാണിത മഹാപുരോഹിതന്മാരിലും എല്ലാം പ്രസാദിക്കുന്നത് അവരെ സമ്പൽ സമൃദ്ധിയിൽ കൊണ്ടിട്ടു. എന്നാൽ ഒരു വിധവ ഇല്ലായ്മയിൽ കൊടുക്കുന്നതാണ്. ആണോ? നമ്മൾ ഉണ്ടായിട്ട് കൊടുത്താലേ ഇരിക്കുന്ന, ഉണ്ടായിട്ട് കൊടുക്കരുത്. ഉണ്ടായിട്ട് കൊടുക്കാതെ പാസ്റ്റർ പറഞ്ഞിട്ട് പോയത് എന്തില്ലേ? നിങ്ങൾ ആ ഉപദേശത്തിലേക്ക് പോകരുത്. ഞാൻ പറഞ്ഞത് ഇല്ലായ്മയിൽ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യണം?
കൊടുക്കണം. അത് 5 രൂപ ആയാലും എല്ലാവരും ഇരിക്കും. അത് നിങ്ങളുടെ ബ്ലെസ്സിങ്, ഏറ്റവും വലിയ ബ്ലെസ്സിങ്. ഇവിടെ പറയുന്നത് വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. അവർ വളരെ താല്പര്യത്തോടെ എന്ത് ചെയ്തു? അപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ പൗലോസ് വന്ന് പറഞ്ഞു. ഇവർക്ക് ദാരിദ്ര്യം എന്ന് പൗലോസിന് അറിയാം. പക്ഷെ എന്ത് ചെയ്യാ, പൗലോസ് ഇന്ന കാര്യം പറഞ്ഞപ്പോ അവര് ഞങ്ങളെ അപേക്ഷിക്കുക, ഞങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തണം. ഞങ്ങള് എന്തെല്ലാം കാര്യം പറഞ്ഞാലും സാമ്പത്തിക കാര്യം പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യാം? നമ്മളെന്ത് ചെയ്യും? പുറകോട്ടെ. ഏറ്റവും വലിയത് സാമ്പത്തിക കാര്യം പറയുമ്പോ. പക്ഷെ ഇവിടെ കൃപ വലുതായപ്പോൾ എന്ത് ചെയ്യാം? കൃപയുടെ ശക്തി വർദ്ധിച്ചപ്പോൾ എന്ത് ചെയ്യാ? ഞങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തണം. താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും പ്രാപ്തി പോലെയും അവർക്ക് കഴിയുന്നതും പ്രാപ്തിക്ക് മീതെയും കഴിയുന്നതിനപ്പുറം സമോദമായി നല്ല മനസ്സോടെ സമേതമായി കൊടുത്തു എന്ന് ഞാൻ സാക്ഷി. നല്ല മനസ്സോടെ എന്ത് കൊടുത്തു എന്ന് പൗലോസ് സാക്ഷി. അപ്പൊ ആരും നിർബന്ധിച്ചിട്ടല്ല, പറഞ്ഞതേ ഉള്ളൂ. ഫിലിപ്പിയ സഭയിൽ ചിലവരെന്ത് ചെയ്തു? മുന്നോട്ട് വന്നിട്ട് എന്ത് ചെയ്യും? ഞങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തും. ഒരു സഭ വീണ് കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സഭ പരാജയപ്പെട്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യാം? ഒരു ദൈവ കൃപ ലഭിച്ച ഒരു സഭ, ഫിലിപ്പിയ സഭ, ദൈവ കൃപ ലഭിച്ച സഭയിൽ എന്തോ സംഭവിച്ചു? അവരെ കൃപയുടെ വർധനവ് കൊണ്ട് എന്ത് ചെയ്തു? പ്രാപ്തിക്ക് മീതെയും നല്ല മനസ്സോടെ കൊടുത്തു. അങ്ങനെ കൊടുക്കണമെങ്കിൽ എന്റെ ചിന്തയിൽ പറഞ്ഞ നല്ലൊരു മനോഭാവം നമുക്കുണ്ടാകും. അല്ലെ? നമ്മുടെ ഇങ്ങനത്തെ മനോഭാവം വെച്ച് പോയാൽ എന്ത് ചെയ്തില്ല നമ്മൾ. പക്ഷെ നല്ലൊരു മനോഭാവം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആ മക്കതോലി സഭയെ കുറിച്ച് 9:8 ഒന്ന് വായിച്ചു. 9 നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി. കണ്ടോ? സകല സൽപ്രവൃത്തി, ഇത് നല്ല പ്രവൃത്തിയാണ്. എന്ത് ചെയ്ത് പെരുകി. ഇത് ശ്രദ്ധിച്ചോ? പെരുകി വരുമാറ് നിങ്ങളെ സകല കൃപയും പെരുക്കുവാൻ ദൈവശക്തനാകുന്നു. നല്ല പ്രവൃത്തി വെളിപ്പെട്ടാലേ കൃപ പെരുകും. നമ്മുടെ ജീവിതത്തിൽ നല്ല പ്രവൃത്തികൾ എന്ത് ചെയ്യണം? വെളിപ്പെട്ടാലേ കൃപ വെളിപ്പെടത്തുള്ളൂ, കൃപയുടെ വർധന ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ഈ മനോഭാവം വെച്ചിട്ട് നമ്മുടെ എല്ലാം എന്ത് ഓപ്പോസിറ്റ്. തന്നാ കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? എന്റെ അടുത്ത് മിണ്ടിയ തിരിച്ചു മിണ്ട, എന്റെ അടുത്ത് യാചിച്ച നമ്മൾ പരീക്ഷനും ന്യായശാസ്ത്രിമാരെ പോലെ എന്ത് ചെയ്യാം? എന്റെ അടുത്ത് വിടില്ലെങ്കിൽ ഞാനും ഉണ്ട്. എനിക്ക് സ്വതന്ത്രം വന്നില്ലെങ്കിൽ ഞാൻ എന്നിട്ട് കർത്തൃമേശ്വര മുൻപിൽ വന്നിരിക്കുമ്പോ എന്ത് ചെയ്യാം? ഓ കർത്താവേ, എത്ര കർത്തൃമേശ എഴുതുക. എണ്ണത്തിന് തന്മൂലം ജീവിക്കുന്നു. എന്തെങ്കിലും ആത്മീയവർദ്ധനം ഉണ്ടോ? കർത്തൃ 3 മാസത്തിന് അവസാനമാണോ വർഷ കർത്തൃമേശ എഴുതുന്നത്? അവസാനം വരുമ്പോ 3 ദിവസം എന്ത് ചെയ്യാം? ചെയ്തു പോയതെല്ലാം എന്ത് ഇറക്കി വയ്ക്കും. 4ാമത്തെ കർത്തൃമേശ എടുത്തിട്ട് പിറ്റേ ദിവസം തൊടുത്തോളാം. പിറ്റേ ദിവസം തൊട്ട് എന്ത് ചെയ്യാം? അപ്പൊ ഇങ്ങോട്ട് മിണ്ടിയില്ലെങ്കിൽ അങ്ങോട്ടും മിണ്ടത്തില്ല, ഇങ്ങോട്ട് കൈ തന്നില്ല അങ്ങോട്ടും അവനെ പോകാൻ പറയാം. ഹല്ലേലൂയ. പകയും വൈരാഗ്യമുള്ള ഒറ്റ ടീം ഉണ്ടെന്ന് ഈ പെന്തക്കോസ്താ. പറഞ്ഞല്ലോ, മനസ്സിലായോ? ഒരാള് ഉയരുന്നത് മറ്റൊരാൾക്ക് എന്ത് ചെയ്യാം? ഞാൻ രോഗപരമായിട്ട് നടന്നപ്പോഴത്തേക്ക് വലിയ വേദന ഒന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് അടിച്ചാൽ തിരിച്ചെന്ത് ചെയ്യാം? അടിക്കാം. ഒന്ന് പോടാന്ന് പറഞ്ഞാൽ ഒന്ന് എന്ത് ചെയ്യാം? നീ പോ എന്ന് പറയാം. പോലീസിന് എന്താന്ന് ചോദിച്ചാൽ എന്ത് തിരിച്ച് ചോദിച്ചാൽ പകരത്തിന് പറഞ്ഞ ഒന്ന് പറയുമ്പോ 2 പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലൊരു സുഖം ഉണ്ടായിരുന്നു രോഗപരമായിട്ട്. ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. എന്ത് ക്രിസ്തു കടിഞ്ഞാണ്. അതുകൊണ്ട് ആ വേദന അകത്ത് എന്ത് ചെയ്യും? ഉള്ളിൽ ഒതുക്കുക അല്ലേ? അപ്പൊ അനുഭവിച്ച വേദന എന്ത് ചെയ്യാം? ലോകപരമായിട്ട് ജീവിച്ച കാലമുള്ള ഭയങ്കര വേദന എന്ത് ചെയ്യാം? അതെന്തെന്നറിയാമോ? ക്രിസ്തു നിമിത്തം നമ്മൾ ശണ്ണനാവുക. മനസ്സിലായോ? ക്രിസ്തു നിമിത്തം നമ്മൾ കഴിവില്ലാത്തവനാകുക. അല്ല, കഴിവുകൊണ്ട് നമ്മുടെ മിടുക്കൊണ്ട് നമ്മൾ തിരിച്ച്. അപ്പൊ ഇതല്ലേ സഭയ്ക്കകത്ത് നടക്കുന്ന പല കാര്യത്തിലും ഇതല്ലേ നടക്കുന്നത് അല്ലേ? മിണ്ടിയില്ലെങ്കിൽ മിണ്ടത്തില്ല. ഇന്ന് എത്ര പേരെടുത്ത് പിണങ്ങിയും ഫോൺ വിളിക്കാതെയൊക്കെ ഇരുന്നിട്ടാണ് എന്ത് ചെയ്യുക? ഇവിടെ വന്നത് എന്ത് ചെയ്യാം? പാസ്റ്ററെ പറ്റിക്കാം, സെക്രട്ടറിയെ പറ്റിക്കാം, അച്ഛനെ അമ്മാമയെ പറ്റിക്കാം.
സർവശക്തനായ ദൈവം. ദൈവത്തിന്റെ മുൻപിൽ ഒന്നും മാറാനില്ല. അപ്പൊ നല്ലൊരു മനോഭാവം ഇവർക്കുണ്ടായിരുന്നു. ആർക്കാ? ഫിലിപ്പിയ സഭയിൽ. കാരണം അവർക്ക് ഒറ്റ ആഗ്രഹം, ദൈവമേ ഒന്നും വേണ്ട, കൃപയുടെ വർധനം. അപ്പൊ നമ്മൾ എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന നല്ലൊരു ഹൃദയമാണ് ആഗ്രഹിക്കുന്നത്. എന്താ? നമ്മുടെ നല്ലൊരു ഹൃദയം അല്ലെ? നല്ലൊരു ഹൃദയമല്ലേ ആഗ്രഹിക്കുന്നത്? നീ എങ്ങനെ നല്ലൊരു ഹൃദയം വേറെ മാറ്റി വെക്കണോ? അങ്ങനെ അതാണ് ചിന്തിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് സത്യം പറഞ്ഞിട്ട് ദൈവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ. നിങ്ങൾക്കെല്ലാം ഓരോ ഉത്തരവാദിത്വം ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾ ഇന്നത് എന്തിനാക്കിയാലും ഒരു ഉത്തരവാദിത്വം ദൈവം എന്ത് ചെയ്യാം തന്നിട്ടുണ്ട്. അപ്പൊ സത്യം പറഞ്ഞ് ഉത്തരവാദിത്വത്തിൽ ഏറ്റെടുക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളെ കള്ളം പറഞ്ഞ് ഉത്തരവാദിത്തത്തിൽ ഏറ്റെടുക്കാതെ എന്ത് ചെയ്യാം. അപ്പൊ കാണുന്ന നിസ്സാര കള്ളം പോലും പറയാൻ നമുക്ക് മടിയില്ല, കുറ്റബോധമില്ല. പണ്ടൊക്കെ എന്ത് ചെയ്യാം, ഒരു ചെറിയ കള്ളം പറയുമ്പോ ഭയങ്കര കുറ്റബോധമായിരുന്നു. ഭർത്താവിനൊന്ന് മറച്ചു വെച്ചാൽ ഭയങ്കര കുറ്റബോധം, ഭാര്യ ഒന്ന് മറച്ചു വെച്ചാൽ ഭയങ്കര കുറ്റബോധം. എന്ത് ചെയ്യാം, ഉണ്ടെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര കുറ്റബോധം. ദൈവമേ എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാം. ഇപ്പം ഒരു കുറ്റബോധമല്ല. ഒരു ചെറിയ കള്ളം പറഞ്ഞാലും ചെറിയ എന്ത് ചെയ്യാം, ഇന്നടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഇന്നടുത്ത് നിൽക്കുന്ന പറഞ്ഞാൽ ഒരു ഇതില്ല. കാരണം എന്താ, നമ്മളെ മനസാക്ഷി എന്ത് ചെയ്തെന്ന് അറിയാമോ? മുമ്പ് ചതുരക്കട്ടയായിരുന്നു മനസാക്ഷി. എന്ത് കറങ്ങുമ്പോ ഹൃദയത്തിൽ എന്ത് ചെയ്യും, ഇപ്പൊ ബോർഡ് വരുവായിരിക്കും. കറങ്ങുന്ന അറിയത്തില്ല. മുമ്പ് എന്ത് ചെയ്യാ, അതിന്റെ വക്ക് കയറി എന്ത് ചെയ്യാ, നോമ്പ് എന്ത് ചെയ്യാ, മനോ എന്ത് ചെയ്യാ. ഇപ്പൊ എന്താ, അത് തേഞ്ഞ് അപ്പൊ ദൈവം ആഗ്രഹിക്കുന്നത് നല്ലൊരു മനോഭാവം നമ്മൾ വരണം. നല്ലൊരു മനോഭാവം വരണമെങ്കിൽ എന്ത് ചെയ്യണം? പക്ഷെ ഞാൻ ഒന്ന് പറയാം ദൈവമക്കളെ, ഈ വചനം എടുത്തവരാരും ഈ വചനത്തെ അനുസരിച്ചവരാരും നശിച്ചു പോയിട്ടുണ്ട്. ഈ വചനത്തെ അനുസരിച്ചു. ബാബേൽ ദേശത്ത് ദാനിയേലായിരുന്നു, ദൈവത്തെ അനുസരിച്ചു, ദേശത്ത് വിളങ്ങിയെന്നാണ്. ജാതികളുടെ ഇടയിൽ എന്ത് ചെയ്യാം, വിളങ്ങിയെന്ന്. ജാതികൾ പോലും ഭയപ്പെട്ടു. നീ സേവിക്കുന്ന ദൈവം മഹാദൈവം. രാജാക്കന്മാരുടെ മുട്ടുകുത്തി. കയ്യിരിക്കുന്ന പുസ്തകം നിസ്സാരമല്ല. അനേകരെ മുട്ടുകുത്തിച്ചതാ. അനേകരെ ദൈവമാണെന്ന് തെളിയിച്ച പുസ്തകമാണ് നമ്മെ ദൈവം മാനിച്ചിരിക്കും. ഒറ്റ അതിനൊരു ചോദ്യചിഹ്നം പോലും. ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്നവൻ അവനും അവന്റെ തലമുറകളും എന്ത് ചെയ്യാം, തലമുറയെ കണ്ടെത്തി ഏറ്റവും കൂടുതൽ നല്ലൊരു മനോഭാവം നമ്മളെല്ലാം അവസരത്തിനൊത്ത് എന്ത് ചെയ്യാം, കാല് മാറി. എന്താ, ഛേദം വന്നാലും മാറാത്തവനെന്നൊരു വാക്യമുണ്ട്. സത്യം. ഛേദം വന്നാലും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മാറുന്ന. നമ്മളെപ്പോഴും ഒരു മുടന്ത് ന്യായമുണ്ട്. എന്താ അറിയാ ന്യായം? ഈ ബസ്സിൽ നമ്മൾ കയറിയിരിക്കുമ്പോ മേളിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. എന്താ, കയ്യും തലയും വേറെ അതിനെന്തോ പേടി എന്തുവാ ഇപ്പൊ ഇല്ലല്ലോ. അപ്പൊ പുകവലി പാടില്ല. അപ്പൊ ശ്രദ്ധിച്ചാൽ പാടില്ല പുകവലി. അപ്പോഴായിരിക്കും ഒരു ഭിക്ഷക്കാരൻ വന്ന് വാതിലിൽ കൂടെ എന്ത് ചെയ്യാ, കൈ നീട്ടുന്ന എന്തെങ്കിലും തന്നെ. അപ്പോൾ പറയാ അതുകൊണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും കൊടുക്കാം. കൈ തന്നെ പുറത്തിടലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൈ എന്ത് ചെയ്യാം, കൈയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് തരാത്തത്. അപ്പം എല്ലാത്തിനും മുടന്തിനായ എന്ത് ചെയ്യും നമ്മള് കണ്ടുപിടിക്കും. പക്ഷെ അതല്ല ദൈവം ആഗ്രഹിക്കുന്ന നല്ലൊരു ഹൃദയമാണ്. സങ്കീർത്തന പുസ്തകം എടുത്തിട്ട് 28:7 വായിച്ചു. വേഗത്തിൽ വായിച്ചു. എന്റെ ബലവും എന്റെ പരിചയമാകുന്നു. യഹോവ എന്റെ ബലവും എന്റെ പരിചയമാകുന്നു. എന്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു. എനിക്ക് സഹായവും ലഭിച്ചു. അതുകൊണ്ട് എന്റെ ഹൃദയം ഉല്ലസിക്കുന്നു. കേട്ടോ, അപ്പൊ ഉല്ലസിക്കുവാനും സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും ഹൃദയത്തിൽ നിന്നുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അല്ലെ, ഹൃദയത്തിലുള്ള ചപ്പൻ ചവറെല്ലാം കയറ്റി വെച്ചിട്ട് അയ്യോ എനിക്ക് സമാധാനമില്ല, എനിക്ക് സന്തോഷമില്ല. ഞാനൊരു ചർച്ചിൽ ഒരു വീട്ടില് പ്രയർ നടത്തിയപ്പോൾ അപ്പച്ചൻ വന്ന് പറയും ഒരു സമാധാനം. ഞാൻ പറഞ്ഞു ഈ മാർഗത്തിന് സമാധാനം. അപ്പൊ മനസ്സിനകത്ത് ദുഷ്ടത ഉള്ളവൻ എങ്ങനെ സമാധാനം കിട്ടും? മനസ്സിനകത്ത് ചതിവും എന്ത് ചെയ്യാ, വഞ്ചകം ഉള്ളവർ എങ്ങനെ സമാധാനം കിട്ടും? ഇവിടെ എന്തോ പറഞ്ഞത്, ഇവിടെ എന്തോ വായിച്ചത്, ഒന്ന് വായിച്ചു. യഹോവ എന്റെ ബലവും എന്റെ പരിചയമാകുന്നു. എന്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു. എനിക്ക് സഹായവും ലഭിച്ചു. അപ്പൊ ആരിൽ ആശ്രയിച്ചു? ഹൃദയം. ഈ ദൈവത്തിൽ ഹൃദയം ആശ്രയിക്കണമെങ്കിൽ നമ്മുടെ നല്ലൊരു മനോഭാവമാണ്. അപ്പൊ ആരിൽ ആശ്രയിക്കണം? ഭർത്താവിലാണോ ആശ്രയിക്കേണ്ടത്? ഭാര്യയിലാണോ ആശ്രയിക്കേണ്ടത്? മക്കളിലാണോ? എല്ലാം പരാജയപ്പെടും, വേദന തരത്തുള്ളൂ. പക്ഷെ എന്ത് ചെയ്തു? ഹൃദയം എന്ത് ചെയ്തു? കാരണം ദാവീദ്
ദാവീദിനെ ആശ്രയിക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദാവീദിനെ ആശ്രയിക്കാൻ ആര് മാത്രമേ ഉള്ളായിരുന്നു? ദൈവം മാത്രം. ദൈവം മാത്രമേ ഉള്ളൂ. കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. അപ്പന് വേണ്ട, ആമേൻ. അമ്മയ്ക്ക് വേണ്ട, സഹോദരങ്ങൾക്ക് വേണ്ട. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അപ്പന് വേണ്ട, അമ്മയ്ക്ക് വേണ്ട, സഹോദരങ്ങൾക്കുണ്ട്, ബന്ധങ്ങൾക്കൊന്നും ദാവീദിന് വേണ്ട. പക്ഷെ ദാവീദിന്റെ സങ്കടം പറയാൻ ഒരുവരെ ഉണ്ട്. ദൈവമാണ് ദാവീദിനെ ഉയർത്തിയത്. ദാവീദിന് മഹത്വം കൊടുത്തെങ്കിൽ, ആ ദൈവമാണ് ദാവീദിനെ അനുഗ്രഹിച്ചെങ്കിൽ, ദൈവത്തിലെ ഹൃദയം ദൈവത്തിലേക്ക് കൊടുക്കാൻ ആമേൻ. എനിക്ക് സഹായം ലഭിച്ചു, അതുകൊണ്ട് എന്റെ ഹൃദയം ഉല്ലസിക്കുന്നു. അതുകൊണ്ട് ഹൃദയം ഉല്ലസിക്കുന്നു. നമുക്ക് എന്തെങ്കിലും എല്ലാം ഉണ്ടായെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു സന്തോഷം ഇല്ലെങ്കിൽ എന്ത് അല്ലേ? ആമേൻ. പ്രിയമുള്ളവരെ, ഹൃദയത്തിൽ സന്തോഷമാണെങ്കിൽ നമ്മുടെ ഹൃദയം, ഞാൻ എന്റെ ഭാഷ പറഞ്ഞാൽ പറിച്ച് കർത്താവിന്റെ കാൽക്കലാണ്. പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ 100 ചിന്തകളും കൊണ്ടുവന്നും അല്ല ഒരു ഫോൺ എന്ത് മുൻപിൽ വെച്ച് അലക്ഷ്യമായിട്ട് പ്രാർത്ഥിക്കാതെ എല്ലാം സൈലന്റ് ആക്കി അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് മാറിയിരുന്ന ദൈവത്തോടെ ഹൃദയം പകരും. ഹൃദയം പകരുമ്പോഴാണ് നല്ലൊരു മനോഭാവം. നല്ലൊരു മനോഭാവത്തിലാണ് എന്ത് ചെയ്യുന്നത് നമ്മള്. കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ദൈവമക്കളെ, നമ്മളിൽ വസിക്കാൻ. എപ്പോഴും അതാണ് ഞാൻ വരുന്നത് ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനും. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവത്തിന് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്താണെന്നറിയാമോ? നമ്മോടത് സംസാരിക്കും. നമ്മൾ നിൽക്കുന്നുണ്ടോ? നമ്മൾ നിൽക്കുന്നുണ്ടോ? ഉപവാസ പ്രാർത്ഥന ആയാലും നമ്മൾ കറങ്ങി അടിച്ചിട്ട് കഴിക്കത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ എന്ത് ചെയ്യാം? കറങ്ങി അടിച്ചോണ്ട് നടക്കും അല്ലേ? എന്നിട്ട് ഉപവാസം ഒന്ന് എന്ത് ചെയ്യാം? രാവിലെ തൊട്ടാ ഇന്ന് 3 ദിവസം ഉപവാസം പ്രാർത്ഥിക്കാൻ 5 മിനിറ്റ് പോലും പ്രാർത്ഥിക്കും. എപ്പോഴും ആഗ്രഹിക്കുന്ന ശ്രദ്ധിക്കണം. ഹാനോക്കിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ദൈവത്തിന്. ഭയങ്കര ഇഷ്ടം വിട്ടു പിരിയാത്ത, കാരണം ദൈവത്തോട് കൂടെ നടന്ന ഒരു വ്യക്തി. ദൈവത്തോട് കൂടെ നടന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്റെ ഒരു ചിന്തയിൽ പറഞ്ഞ ദൈവത്തിന്റെ കൂടെ എന്ത് ചെയ്യാ? രാവിലെ എന്ത് ചെയ്യാ? എഴുന്നേറ്റ് എന്ത് ചെയ്യാ? ദൈവത്തിന്റെ കൂടെ നടക്കും. കിലോമീറ്റർ അകലം കൂടെ നടക്കും. ദൈവമാണ് വൈകിട്ട് കൊണ്ടാക്കുന്നത്. ദൈവത്തോട് സംസാരിച്ച് കിടക്കുക. നമ്മളെന്ത് ചെയ്യാം? വണ്ടിയുടെ ബ്രേക്കില്ലെങ്കിൽ ദൈവത്തോട് വിളിക്കും. പിന്നെന്താ? പിന്നെ എന്തെങ്കിലും ഭയം വരുമ്പോ, പിന്നെ എന്തെങ്കിലും പ്രതിസന്ധി കയറി വരുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഏകാഗ്രത ഹൃദയത്തോടെ ദൈവത്തിന്റെ മുൻപാകെ ഇരിക്കുന്നവരൊന്നും ദൈവ ശബ്ദം കേൾക്കാതെ അവ എഴുന്നേറ്റ് ദൈവത്തിന്റെ കൂടെ നടക്കുമായിരുന്നു. വൈകിയ വേള വരെ ദൈവത്തിനോട് ദൈവം ഉണ്ടാക്കുന്നത്. ഇങ്ങനെ പലവട്ടം എന്ത് ചെയ്തു? ആ ദൈവമേ, എന്റെ വീട് നീ കാണുന്നുണ്ട്. എന്റെ ചിന്ത പറയാം, എന്റെ വീട് നീ കാണുന്നുണ്ട്. എപ്പോഴും എന്നെ എന്തിയാ ഉണ്ടാക്കുന്നുണ്ട്, വിളിച്ചോണ്ട് പോകുന്നുണ്ട്. പക്ഷെ നിന്റെ വീട് എനിക്ക് കാണിക്കും. അങ്ങനെ ദൈവം എടുത്തതാ. അങ്ങനെ ദൈവം എടുത്തത് എന്റെ ചിന്ത. കാരണം എന്തിയാ? അത്രയ്ക്ക് ദൈവത്തിന് വിട്ടു പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. സാഹചര്യം വരുമ്പോ ദൈവത്തെ തള്ളിപ്പറയാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രതിസന്ധി വരുമ്പോ ദൈവത്തെ മാറ്റി നിർത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ല, ഏത് സമയത്തും ദൈവത്തിന്റെ കൈ പിടിച്ച് നടക്കത്തക്ക ആത്മീയ വാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 33-21 ഒന്ന് വായിച്ചോ. 33-ന്റെ വേഗത്തിൽ വായിച്ചു. അവന്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കാൻ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും. നമ്മൾ എപ്പോഴും നമ്മൾ സന്തോഷിക്കേണ്ടത് നമ്മുടെ മുൻപിൽ കണ്ട ഒരു വസ്തുവിനെ നോക്കിയല്ല, ഒരു വീട് നോക്കിയല്ല. എപ്പോഴും നമ്മുടെ ഹൃദയം സന്തോഷിക്കേണ്ടത് കർത്താവിനെ നോക്കിയാണ്. കർത്താവ്, അതാണ് നമ്മൾ ഏറ്റവും വലിയ അനുഗ്രഹം, ബ്ലെസ്സിംഗ് എന്റെ ദൈവം. നമുക്ക് സന്തോഷിക്കാവുന്ന ഒന്നേ ഉള്ളൂ, അത് ദൈവമാണ്. അതാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്. എന്തിയാ? ക്രിസ്തു ജഡത്തിന്റെ ആത്മാവിൽ ആരാധിച്ചും. ഫിലിപ്പിയ ലേഖനം 3:3 വേഗത്തിൽ വായിച്ചേ. കർത്താവാണ് എപ്പോഴും സന്തോഷിക്കാന്ന്. വായിച്ചു, വേഗത്തിൽ വായിച്ചു. 3:3 വായിച്ചു. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും യേശു ആയിരിക്കണം നമ്മുടെ പ്രശംസ. ഫിലിപ്പിയ സഭയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ആത്മാവ് കൊണ്ട്, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും. എങ്ങനെ വന്നിരുന്ന് ആരാധിക്കുന്നത്? നമ്മളെങ്ങനെ വന്നിരുന്ന് ആരാധിക്കുന്നത്? പറഞ്ഞേ, നമ്മളെങ്ങനെ വന്നിരുന്ന് ആരാധിക്കുന്നത്? ഹല്ലേലൂയ. അപ്പൊ എന്ത് ചെയ്യാം? ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് എന്ത് ചെയ്യണം? ആ ഒരു സന്തോഷം വേറെ. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുക. നമ്മുടെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും യേശു ക്രിസ്തുവിൽ പ്രശംസിക്കണം. കാരണം എന്നെ വീണ്ടെടുത്തു അവന്. ഏത് വൈരികൾ നിങ്ങൾക്കെതിരെ വന്നാലും, ഏതൊക്കെ തടസ്സങ്ങൾ നിങ്ങൾക്കെതിരെ വന്നാലും നിങ്ങൾ യേശുവിൽ പ്രശംസിക്കണം. കാരണം എന്റെ ഉടയവൻ
ഞാൻ സേവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അതാണ് പൗലോസിന് എന്തെല്ലാം പ്രതിസന്ധി വന്നു, എന്തെല്ലാം പ്രയാസം വന്നു, പക്ഷെ യേശുവിൽ മാത്രം. അതാണ് എന്ത് ചെയ്യാ, ലുസ്രയിൽ കല്ലെറിഞ്ഞ് മരിച്ചെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞപ്പോൾ എന്ത് ചെയ്യാ, ചാടി എഴുന്നേറ്റ് അടുത്ത ദിവസം വേറെടുത്ത് പ്രസംഗിക്കുക. യേശു ആയിരുന്നു പ്രശംസ. പൗലോസ് അതാ പറയുന്നത്, എനിക്ക് പ്രശംസിക്കാൻ മറ്റൊന്നുമില്ല, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനല്ല. നമ്മെ ഇവിടെ വരെ കൊണ്ടുവന്നത് യേശുവാണ്. നമ്മയ്ക്ക് ആശ്വാസം പകർന്ന ദൈവമാണ്. അല്ല, ഇന്ന് പകൽക്കാലം അങ്ങനെ ചിലവരോട് പരിശുദ്ധാത്മ പ്രവചിച്ചു പറയാൻ, നിന്റെ ഹൃദയം ദൈവത്തിലേക്ക് കൊടുക്കും. പ്രതിസന്ധിയുടെ വേദനയുടെ വിഷയങ്ങൾ എന്തൊക്കെ വന്നാലും നിന്റെ ഹൃദയം ദൈവത്തിലേക്ക് കൊടുത്താൽ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും പ്രശംസിക്കുകയും ജഡത്തിൽ വിഷയമാണ്. ഞാൻ എന്ത് ചെയ്യാം, അത് പറയുന്നത് ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മുടെയൊക്കെ എല്ലാ മിക്ക ആരാധന എന്ത് ചെയ്യാം, 5 കൈയടി കഴിക്കുമ്പോ പിന്നെ കൈ കാണുന്ന എന്ത് ചെയ്യാം, മുട്ടിനടി, പിന്നെ എന്ത് ചെയ്യാം, തുടയിലടി, പിന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ അപ്പൊ ഇവിടെ എന്താ, ജഡത്തിൽ ആശ്രയിച്ചില്ല. സഭ ജഡത്തിൽ ആശ്രയിച്ചില്ല. കൃപ വർദ്ധിച്ചതോ കാരണമാണ് ഞാൻ പറയുന്നത്. ആത്മാവ് കൊണ്ട് വന്നിരുന്ന ഒരു നിമിഷം പോലും വൃഥാവാക്കിയില്ല. ഹല്ലേലൂയ. വചനം കേൾക്കാൻ ഒരു നിമിഷം പോലും അതിന്റെ ശ്രദ്ധ മാറ്റിയില്ല. എന്താ, ആത്മാവിൽ വചനം കേട്ടോണ്ട് പ്രശംസിക്കാൻ മറ്റാരെ നോക്കിയില്ല. എന്തിയാ, യേശുവിൽ തന്നെ പ്രശംസിച്ചു. ജഡത്തെ ഉയർത്താൻ നോക്കിയില്ല, വെളുത്തതെന്നോ കറുത്തതെന്നോ എന്ത് ചെയ്യാം, എനിക്ക് നല്ല ഭംഗിയെന്നോ ഒന്നും നോക്കിയില്ല. ജഡത്തിൽ എന്ത് ചെയ്തില്ല, പ്രശംസിച്ചില്ല. ജഡത്തിൽ പ്രശംസിക്കുകയും നമ്മുടെ നേരെ തിരിച്ച് കൃപ വർദ്ധിക്കുന്നില്ല. കാരണം എന്താ, നേരെ ഓപ്പോസിറ്റ്. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടല്ല ആരാധിക്കുന്നത്. അവസാനം വന്ന് അന്യഭാഷ പറയുമ്പോ ഇച്ചിരി എന്ത് ചെയ്യാം, പറയുന്നത് മനസ്സിലാവുന്നുണ്ട്, പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ജഡത്തില്, അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നില്ല, ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുന്നില്ല. കാരണം എന്തെങ്കിലും വിഷയം വന്നാൽ എന്ത് ചെയ്യാം, എന്റെ അപ്പൻ എന്ത് ചെയ്യാ, എനിക്ക് നല്ലൊരു തുകയും തന്നാണ് എന്നെ കെട്ടിച്ചത്, അല്ലെങ്കിൽ നല്ലൊരു കുടുംബത്തിലെയാണ് എന്ന് പറഞ്ഞ് കർത്താവിൽ എന്ത് ചെയ്യാം. പിന്നെ അടുത്ത് ജഡത്തിൽ എന്ത് ചെയ്യാം, പറഞ്ഞു കേട്ടോ. എന്തുകൊണ്ട് ആത്മീയ വർധന വരുന്നില്ല, വർദ്ധിക്കുന്നില്ല? പക്ഷെ മക്കതോലി സഭ അങ്ങനെ അല്ലായിരുന്നു. മക്കതോലി സഭ അടുത്തിരിക്കുന്നവരെ തിരിച്ചറിയായിരുന്നു. സഹോദരൻ 2:1 വായിച്ചു, വേദത്തിൽ വായിച്ചോ. 2:1 മക്കതോലി ഫിലിപ്പിയ സഭ, സഭയെ കുറിച്ച് ജസ്റ്റ് ഒന്ന്. നിങ്ങൾ ഏക മനസ്സുള്ളവര്, ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, സ്നേഹത്തിൽ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ എന്ന് പറയുന്നത് സ്നേഹത്തിൽ വല്ലോ ഉണ്ടോ? നിങ്ങൾക്കത് ഈ സഭയിലുണ്ടോ? യേശു വന്ന് സ്നേഹം തരാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. യേശു വന്ന് സ്നേഹം തരാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. അടുത്തുള്ളവരടുത്ത് മിണ്ടരുത്, അവരെ വിഷയമൊന്നുമല്ല, എനിക്ക് സ്വാർത്ഥം, യേശു എനിക്ക് സ്നേഹം. ഇവിടെ എന്തോ പൗലോസ് പറയുന്നത്, പൗലോസ് പറയുന്നത് ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, സ്നേഹത്തിന് വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിൽ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ, ആത്മാവിന് വല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ, ആത്മാവിൽ വല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ, ആത്മാവിൽ നമ്മൾ വളരണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ വളർന്നു കയറണം. വല്ല ആദരത്ത്. ഇപ്പൊ ഞാനൊന്ന് പറയാം, സഭയില് കള്ളപ്രവാചകൻ നല്ല പ്രവാചകന്മാർ വന്നോ അറിയത്തില്ല. കാരണം എന്തുവാ, അപ്പൊ പാസ്റ്റർ പ്രാർത്ഥിക്കും കള്ളപ്രവാചകന്മാർ. പാസ്റ്ററിന് ഡൗട്ടാ, എനിക്കും ഡൗട്ട് വരും. നമ്മുടെ മനുഷ്യരല്ലേ, ഡൗട്ട് വരും. അപ്പൊ എന്ത് ചെയ്യാം, കള്ളപ്രവാ ഞാൻ ഒരിടത്ത് എന്ത് ചെയ്യാം, ഒരിടത്ത് ഞങ്ങൾ ഒരു ദൈവാസന്മാർ, ഇച്ചിരി ഫേമസ് ആയ ഒരു ദൈവാസന്മാർ ഞങ്ങൾ ഒരു പന്തിയിൽ ഇരുന്നപ്പോ കള്ളപ്രവാചകന്മാരെ കൊണ്ട്, എനിക്ക് പ്രവചന ശുശ്രൂഷയാണ് ചർച്ച ഒക്കെ എന്ത് ചെയ്യും, ദൈവം തന്നതും ഹീലിംഗ് മിനിസ്ട്രി ഒത്തിരി പ്രവർത്തി. ഞാൻ പറയുന്നത് എല്ലാം ദൈവത്തിന്റെ മഹത്വം എടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞെന്താ അറിയാം, അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുക, അപ്പം കള്ളപ്രവാചകന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യാം, ഓക്കെ ഞാൻ മിണ്ടാതെ. പിന്നെ പ്രവാചകന്മാരെ പറ്റി ഇവർക്ക് വേറെ സംസാരിക്കാൻ ഒന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഇങ്ങനെ സംശയിച്ചുകൊണ്ടിരുന്ന യേശു വന്നാലും നിങ്ങൾ അറിയത്തില്ല. മനസ്സിലായല്ലേ, വല്ല മനസ്സിലായോ? അത് നിങ്ങൾ എന്ത് ചെയ്യാം, മഷിയ തേജസ്സുള്ള പുത്രനെ എന്താ അവര് ക്രൂശിച്ചെന്തെന്ന് അറിയാമോ? അവരെ ചിന്താഗതി വേറെ. ഞാനൊന്ന് പറയാം, ദൈവം നമ്മളോട് സംസാരിക്കുന്നത്, ബിലയാമിനെ പറഞ്ഞു വിട്ടു, ബാരാക്ക് പറഞ്ഞു വിട്ടു ഇസ്രായേൽ മക്കളെ ശപിക്കാൻ. എന്ത് ചെയ്തു? അവിടെ ശപിച്ചോ? നിങ്ങളിൽ ദൈവകൃപ ഉണ്ടെങ്കിൽ നിങ്ങളിലുള്ള ദൈവശബ്ദം കേട്ടിരിക്കും. പ്രവാചകന്മാർ പറഞ്ഞിട്ട് അടുത്തിരിക്കുന്ന സഹോദരൻ പറയും, പാസ്റ്റർ പറയും. ഞാൻ പറഞ്ഞത് അറിയാമോ?
അപ്പോൾ ദേവാസം പറയാ, ശക്തമായിട്ട് പറയാ, പ്രവാചകന്മാർ കള്ളപ്രവാചകൻ. ഞാനെന്ന് പറയാം, ഞാൻ ആരെയും വിധിക്കാനില്ല. ആരെയും വിധിക്കരുത്, ആരെയും വിധിക്കരുത്. നിങ്ങൾ കള്ളപ്രവാചകന്മാരെ ആരെന്ന് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ വിധിക്കരുത്. വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വിധിയാണ് നമുക്ക് ഇച്ചിരി അക്ഷരം ജ്ഞാനം കൂടി പോകേണ്ട നമ്മളെല്ലാം എന്ത് ചെയ്യണം? ആത്മാവിന് ഒരു അതിലിടുന്നത്. ആത്മാവിന് ഒരു ഞാനന്ന് ചോദിച്ചു, നിങ്ങളെ എത്ര ഒരു മോളല്ലേ? എനിക്ക് ഒറ്റ മോളാ. പിന്നെ സമയം കഴിഞ്ഞ് നിങ്ങൾ 5 മിനിറ്റ് കൂടെ ഒറ്റ മോളാ. ഞാൻ ചോദിച്ചു, നിങ്ങളെ ദൈവം മാനിക്കും. 5-6 പ്രവചനം പറഞ്ഞ് അനുഗ്രഹിച്ചു. പാസ്റ്റർ ഭയങ്കര സന്തോഷമായ പാസ്റ്റർ. സന്തോഷമായി. ഇപ്പുറത്തോട്ട് തിരിച്ചിട്ട് അവർക്കൊരു ദൂത് പറഞ്ഞിട്ട് ഈ ദൂത് പാസ്റ്റർ അസൂയ വരുന്നുണ്ടോ? അപ്പൊ മറ്റുള്ളവർക്ക് നല്ല സ്വയം ഈ വിമർശിക്കുന്നവരുടെ ഒരു പ്രവചനം പറഞ്ഞു, വിമർശിക്കുന്നവർക്ക് ഒരു പ്രവചനം പറഞ്ഞു, എന്തോ സംഭവിക്കും അവിടെ? ഏറ്റെടുക്കും. എന്നിട്ട് മറ്റുള്ളവർ ഏറ്റെടുക്കുക ആക്കും. മനസ്സിലായോ? ഇതാണ് ഇതിനകത്ത്. അത് വിടുക, അതൊക്കെ വേറെ വിഷയങ്ങളാണ്, വിടുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യാം? ദൈവത്തിന്റെ വർധന വരണം. അതാണ് ഇവിടെ പറഞ്ഞ ആത്മാവിന് വല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ വായിച്ചോ. പ്രബോധനം ഉണ്ടെങ്കിൽ, സ്നേഹത്തിൽ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ, സ്നേഹത്തിൽ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ, ആത്മാവിൽ വല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ, വല്ല ആദരതയും മനസ്സലിവും വല്ല കരുണയും മനസ്സലിവും ഉണ്ടെങ്കിൽ ആർക്കാ? ദൈവമക്കൾക്ക്. നിങ്ങൾ ഏക മനസ്സുള്ളവരാണ്. ഏക മനസ്സായിരിക്കണമെന്ന്. ഏക മനസ്സ് പറ്റുമോ? അവർ ഒരുമിച്ച് കൂടി ഇരുന്നപ്പോഴാണ് എന്ത് ചെയ്തത്? ദൈവം ഇറങ്ങി വന്നത്. അപ്പൊ ഏക മനസ്സായിരിക്കണം. കൃപ വർദ്ധിക്കണം. ഏക മനസ്സ് വേണം. ഏക സ്നേഹമായിരിക്കണം. വ്യാജ സ്നേഹമല്ല. ഇപ്പോൾ സ്നേഹിക്കാൻ പറ്റാത്ത കാലമാണ്. സ്നേഹം ഏത് സ്നേഹമെന്ന് അറിയാൻ പറ്റാത്ത കാലമാണ്. എന്തെങ്കിലും ഒരു ആശ്വാസ വാക്ക് പറഞ്ഞാൽ എന്ത് ചെയ്യാം? കരഞ്ഞുകൊണ്ട് വരും. പാസ്റ്റർ എന്റെ ഭർത്താവ് പോലും ഈ ആശ്വാസ വാക്ക് പറഞ്ഞില്ല. പാസ്റ്റർ എന്ത് ചെയ്തു? പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ എന്ത് ചെയ്യാം? ഏക സ്നേഹം, ക്രിസ്തുവിന്റെ സ്നേഹം. ഇന്ന് ദൈവാസം പറഞ്ഞു, ഉയരവും ആഴവും വീതി നീളവും. അല്ലെ? വായിച്ചു. ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കും. എന്തിനാ പൗലോസ് സന്തോഷിക്കുന്നത്? ഇങ്ങനെ ഏക മനസ്സോടെ, ഏക ഭാവത്തോടെ, കരുണയോടെ നിൽക്കുമ്പോ എന്തിയാ? ഞാൻ പറയേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക്കായി സ്വർഗത്തിന് കൃപ വിളിക്കും. വായിച്ചു. ശാഠ്യത്താലോ ദുരാഭിമാനത്താലോ ഇനി കൊടുത്തില്ലെങ്കിൽ എന്ന് വിചാരിക്കും എന്ന് പറഞ്ഞ് ഒന്നും ചെയ്യരുത്. വായിച്ചോ. ശാഠ്യത്താലോ ദുരാഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തരെ മറ്റുള്ളവരെ തന്നേക്കാൾ കൃപയുടെ ആഴമാണ്. തന്നേക്കാൾ ശ്രേഷ്ഠമെന്ന് എണ്ണുവിൻ. അടുത്തിരിക്കുന്നവരൊന്ന് കൈകൊടുത്ത് പറയാം, നിങ്ങൾ എന്നെക്കാൾ ശ്രേഷ്ഠരാ. ഇത് പറഞ്ഞാ പോലെ ഇത് അകത്ത് വരണം. മറ്റുള്ളവരെ അടുത്തിരിക്കുന്നവരെ ബലഹീനത കണ്ട് ചേർത്ത് പിടിക്കണം. ഉറപ്പിച്ച് പറയാം, ഞാൻ വിശ്വാസിയായിരുന്നു. പട്ടിണിയുടെ അനുഭവം. പട്ടിണി, ഒരു നേരത്തെ ആഹാരമില്ലായിരുന്നു. എനിക്കൊരു മകനുണ്ടായി 2.5 വയസ്സ്. ഞാൻ എന്ത് ചെയ്യാം? ചർച്ചിന്റെ ഒരു സൈഡിൽ ചെന്നിരിക്കും. കുഞ്ഞെന്ത് ചെയ്യും? എന്തെങ്കിലും ബിസ്ക്കറ്റ് തരണം. ഇല്ല, കൊടുക്കാനില്ല. നോക്കും, അപ്പുറത്ത് നോക്കുമ്പോ എന്ത് ചെയ്യാം? വലിയ ആൾക്കാരുടെ കുഞ്ഞുങ്ങൾ എന്ത് ബിസ്ക്കറ്റ് കടിച്ച് കളയാ. എന്റെ മോൻ എന്നെ എന്ത് ആ ബിസ്ക്കറ്റിനെ നോക്കിയിട്ട് എന്ത് ചെയ്യാം? നോക്കിട്ട് എന്നെ എങ്ങനെ നോക്കുക? ഞാൻ കണ്ണങ്ങ് എന്ത് ചെയ്തു? കണ്ണങ്ങ് മറയ്ക്കും. എന്താണെന്നറിയാമോ? അടുത്തിരിക്കുന്നവരെ വേദന അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങളൊരു വിശ്വാസിയാണ്. നിങ്ങൾ ദൈവമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഞാൻ തീർത്തു പറയാം, തീർത്തു പറയാം. എനിക്കുള്ളത് വലിപ്പം കാണിച്ച് മറ്റുള്ളത് പറയുന്നേക്കാളും നിനക്കുള്ള 10-ൽ നിന്ന് ഒരു വസ്ത്രം എടുത്ത് കൊടുത്ത് അപ്പോഴാണ് ദൈവം ഓരോരുത്തർ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കണം. സ്വന്തം ഗുണമല്ല, മറ്റുള്ളവരുടെ ഗുണം കൂടെ എന്ത് ചെയ്യണം? ഇങ്ങോട്ടുണ്ടോ നിങ്ങൾ ഇവിടെ? ഉണ്ടല്ലോ അല്ലേ? സ്വന്തം ഗുണമല്ല, മറ്റുള്ള. ഇതാണ് ദൈവ പ്രിയമുള്ളവരെ. നമുക്ക് എന്ത് വില കൊടുത്തും എനിക്ക് ദൈവകൃപ പ്രാപിക്കണം. നിങ്ങൾ ഒന്നും വില ഒന്നും കൊടുക്കണ്ട. വില കർത്താവ് കൊടുത്തു. നിങ്ങൾ എന്ത് ചെയ്യാം? ഈ വചനം അനുസരിച്ച് അവർ ഓട്ടോമാറ്റിക് ആയിട്ട് കൃപ വന്നു. പ്രവൃത്തി നേരായ കൃപ വന്നോളൂ. ക്രിസ്തുയേശുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ.
ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസ്യരൂപം എടുത്ത് മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിരുന്നു കർത്താവ്. കർത്താവ് നീ അനുസരിച്ചോളെ ഞങ്ങൾക്ക് അനുസരിക്കണം. ക്രിസ്തുവിന്റെ പാപം എന്തായിരുന്നു? അനുസരണമായിരുന്നു. പിതാവിനെ അനുസരിച്ചു, തിരുവഴുത്തുകൾ അനുസരിച്ചു അല്ലെ? ക്രിസ്തുവിന്റെ പാപം അനുസരണമാണ്. എന്താ ആ അനുസരിച്ചുകൊണ്ട് ബാക്കി വായില്ല, എനിക്ക് വിശദീകരിക്കാൻ സമയം അനുസരിച്ചത് കൊണ്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? വചനം അനുസരിച്ചാൽ എന്ത് ചെയ്യും? വചനം അനുസരിച്ചാൽ ഏത് സാഹചര്യം പ്രതികൂലമായാലും വിഗ്രഹത്തെ ആരാധിക്കുന്ന ജാതികളെ നടുക്കിൽ നീ പോയാലും ഈ വചനം ആശ്രയിച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. വചനത്തിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. യഹൂദന്മാരെ ഭയപ്പെടുത്തി. ഇസ്രായേൽ നോക്കുമ്പോൾ എസ്തേർ പുസ്തകത്തിലൊക്കെ നോക്കുമ്പോൾ യഹൂദന്മാരെ എടുക്കണ്ട, യഹൂദന്മാരെ ഭയപ്പെടുത്തി. ആരെ മോർദെഖായി ഭയപ്പെടുത്തിയത്. ലാസ്റ്റില് അവരെല്ലാം യഹൂദരായി തീർന്നു. ജാതികളിടയ്ക്ക് നമ്മൾ ഭയപ്പെടും. കിഴക്കുന്ന വടക്കുന്ന വരുന്ന എല്ലാ വ്യാപാരങ്ങളും ശാസിച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ച് പ്രിയപ്പെട്ട ജാതികൾ നീ സേവിക്കുന്ന ദൈവമാണെന്ന് അറിയാം. തിരുവനന്തപുരത്തെ മീറ്റിംഗിൽ പ്രവർത്തനത്തിൽ ഹിന്ദുക്കൾ മന്ത്രവാദി കാവടി കുത്തുന്നവരാ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയാം, നിങ്ങളൊരു അത്ഭുതമാകുന്നെന്ന് എന്ത് ചെയ്യണം? ദേശം അറിയണം, ദേശം അറിയണം, ഈ പട്ടണം അറിയണം. വായിച്ചു യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങുകയും എല്ലാ നാമവും യേശുക്രിസ്തു കർത്താവിന്റെ പിതാവായ ദൈവത്തിന്റെ ഏറ്റവും ഉയർത്തി നമ്മൾ അവരുടെ മക്കളാ. എല്ലാ നാമവും യേശുക്രിസ്തു കർത്താവ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, പാസ്റ്റർ വരുമ്പോ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികം ഞാൻ ഇല്ലെങ്കിലും നിങ്ങൾ അനുസരിക്കണം. നമ്മളെല്ലാം പാസ്റ്റർമാർ വരുമ്പോ എന്ത് ചെയ്യാ? ഭയങ്കര അനുസരണം ആലയത്തിൽ വരും. ഇത് അങ്ങനെയല്ല. എന്ത് ചെയ്യാ? ഞാൻ അടുത്തിരിക്കുമ്പോ മാത്രമല്ല, ദൂരത്തിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? കാരണം നന്നാവാൻ വേണ്ടിയാ പൗലോസ് പറഞ്ഞത്, മാനിക്കപ്പെടാൻ വേണ്ടിയാ പൗലോസ് പറഞ്ഞത്. വായിച്ചോ. ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങൾ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിക്കുക എന്നത് നിങ്ങൾ ദൈവമല്ല, ഒരു മനുഷ്യനല്ല ദൈവമാ. ഒരു മനുഷ്യനല്ല പ്രവർത്തിക്കുന്ന ദൈവം. വക്രതയും എങ്ങനെയുള്ള തലമുറയാണ് നമ്മൾ ആയിരിക്കുന്ന? വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ മാറ്റമില്ലാത്തവരും ആകേണ്ടത്. കണ്ടോ? അപ്പൊ എവിടെ നമ്മൾ ആയിരിക്കുന്നത്? ജാതികളുടെ വക്രത കോട്ടയുള്ള തലമുറയിൽ എങ്ങനെ ആയിരിക്കണം? മക്കളും ആകേണ്ടതിന് എല്ലാ പ്രതിവാദവും കൂടാതെ ചെയ്യുവിൻ. ഇനി ശ്രദ്ധിച്ചോ. അവരുടെ ഇടയിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് കണ്ടോ? നിങ്ങളൊരു അത്ഭുതമാകണമെന്ന്. ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ആരുടെ ഇടയിൽ? വക്രതയെ കൊണ്ട് ജാതികളുടെ ഇടയിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ യോജിച്ചുകളെ പോലെ പ്രകാശിക്കണമെന്ന്. പ്രിയമുള്ളവരെ, അതിനകത്താ നമ്മളെ വിളിച്ചാട്ടോ. ജാതികളുടെ ഇടയിൽ നീ ഒരു അത്ഭുതമാകാൻ അകർത്താവ് പ്രതിസന്ധികളിൽ പകച്ചിരിക്കാനല്ല, ജാതികളുടെ മുന്നിൽ നീ സേവിക്കുന്ന ദൈവമാണെന്ന് വചനം പ്രമാണിക്കണം, വചനത്തോട് കൂടെ സഞ്ചരിക്കുക, അത് തന്നെ ചെയ്യുവാൻ, ആത്മവർദ്ധന വെളിപ്പെടുവാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതാവേ. സഭയോട് നന്ദി അറിയിക്കും.